കനകനോട് എന്തെന്നാ പറഞ്ഞത്? എന്താ മറ്റേ കാര്യം എന്ന് പറഞ്ഞെന്താ? ആ വയ്യ, നിന് കൃഷിയൊന്നും ചെയ്യണില്ല എന്ന്, ഇതോ വീതം വെക്കണമെന്ന് ഏട്ടനോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അതെന്താ അപ്പൊ ക്ലീറ്റോനോട് പറയാഞ്ഞേ? അതെനിക്കങ്ങനെ അറിയാം. ഹലോ ക്ലീറ്റോ. അതെ ക്ലീറ്റോ, അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നോ? എന്നിട്ട് നിന്നെ വിളിച്ചൊന്നും പറഞ്ഞില്ലേ? നീ നിനക്ക് ചോദിച്ചുകൂടായിരുന്നോ? പോയല്ലേ? എന്നാലും വേണോടി, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. അമ്മാനെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തോ ആയിരുന്നു? താന് പാല്. ഓഹോ ഇത്രയൊക്കെ ഉള്ളു ബന്ധങ്ങൾ. തങ്ക ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ല ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നീ വെച്ചേ അമ്മാവ, നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കൊള്ളരുതായി കാണിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളൊന്നും പറയണ്ട. എനിക്കൊരു ലേശം പരിഗണന നിങ്ങൾ തന്നെങ്കിൽ ഈ തെമ്മാടിത്തരം കാണിക്കോ? സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഇട്ടവട്ടത്ത് കിട്ടുന്ന പൈസ കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതാകുമ്പോൾ ഒരു തുക ഇങ്ങനെ ഒരുമിച്ച് കിട്ടുകയാണ്. ഇനി ഏതെങ്കിലും ഒരു പ്ലോട്ട് വേണമെന്ന് വിൽക്കുകയും ചെയ്യാം അമ്മാവൻ്റെ കാലശേഷം. മനസ്സിലായില്ലേ? ഇത്രയും കാരണം നമ്മൾ സെറ്റിലായി. എന്തോ പിന്നെ അങ്ങനെ ഞാൻ നിന്നെ സെറ്റിലാക്കടാ പുല്ലേ. എടി പാഷാണത്തെ കൃപി, എടി നിനക്കൊരല്പം മനസാക്ഷി ഉണ്ടടി. ഞാൻ നിന്റെ ആരടി? അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ പറയണത്? ഒന്നും അറിഞ്ഞിടടി. അമ്മാവന്റെ സ്വത്ത് കെട്ടിയനെ കെട്ടോളെ കൂടെ ഒറ്റയ്ക്ക് അടിച്ചെടുത്ത് സൂഹിക്കാന്ന് വിചാരിച്ചാ നടക്കൂലടാ ഇവിടെ. അതൊന്നും നടക്കൂല. ഞാൻ എല്ലാം പറഞ്ഞു. എന്ത് ഒന്നും അറിഞ്ഞില്ല. ഇവളെ എന്ത് കള്ളിയാന്നറിയാവോ? ഞാൻ ചോദിച്ചവളോട് എന്താടിന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല, എന്താ ക്ലീറ്റോനോട് പറയാന്ന് ചോദിച്ചിട്ട് ഇവള് പറഞ്ഞില്ല. ഞാനാണോ ഇത് പറയേണ്ടത്? ഒന്നെങ്കിൽ ഇത് തരാനുള്ളവർ പറയും, അല്ലെങ്കിൽ ഏട്ടൻ പറയും. ഞാൻ പറഞ്ഞു ഇനി അടുത്ത വഴക്കാണ്. ഞാൻ നിനക്ക് അറിയില്ല, ഞാൻ അന്യല്ലേ നിനക്ക് എന്നോട് പറഞ്ഞു. നിങ്ങളല്ലേ പെങ്ങളെ പൊക്കി തല വെച്ചത്? പറ്റിപ്പോയി മോളെ, ഞാൻ ഇവിടെ ഒരുപാട് വിശ്വസിച്ചു പോയി. ഈ ചേച്ചിയാണ് ഇവളെ നീ എന്റെ കനക, നീ ഇത്ര പെട്ടെന്ന് മാറിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ആരാടാ? ഞാൻ നിന്റെ ആരാടാ? എന്റെ ആങ്ങളെയും ഇത്രയും മാറ്റില്ല. ചേച്ചി ഒറ്റയാണ് എന്റെ ആങ്ങളെ മാറ്റിയത്. നിന്നെ ഞാൻ എവിടെക്കാളും വിശ്വസിച്ചു. ഞാനൊരു കാര്യം, ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോണത്. മാറിപ്പോണെങ്കിൽ അന്തസ്സായിട്ട് പോണോടാ. ഞാനൊരു കാര്യം പറയാം, രണ്ടുപേരൊക്കെ പറയാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ശല്യം ഇവിടെ നിൽക്കുന്നില്ല. ഞങ്ങൾ അമ്മാവൻ തരുന്ന ചീരത്തോട്ടത്തിൽ ഒരു വീട് വെച്ച് ഞങ്ങൾ അവിടെ താമസിച്ചോളാം. അങ്ങനെ ചീരത്തോട്ടം നിനക്ക് മാത്രം തരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അമ്മാവ ഓർമ്മ വെച്ച സമയം എന്നോട് പറയണ ക്ലീറ്റമാനെ ചീരത്തോട്ടം നിനക്കാണ്. ചീരത്തോട്ടം പാടത്തിറങ്ങി പണിയെടുക്കണ നീ മനുഷ്യനായിരുന്നെങ്കിൽ അമ്മാവിനോട് പറയാ. ഒരു ഗതിയും പരഗതി ഇല്ലാതെ നടക്കണ മനുഷ്യൻ മേലനിങ്ങൊരു പണി ചെയ്യാൻ പറ്റില്ല. ചീരത്തോട്ടം കിട്ടിയെങ്കിൽ ഞാൻ അധ്വാനിച്ചത് അന്തസ്സായിട്ട് കുടുംബം പോയി. നിനക്ക് ചീരത്തോട്ടം ഈ വീടിന്റെ ഞാൻ പറയാം, ഈ വീട് നിങ്ങൾ എടുത്തോ, ഞങ്ങക്ക് ഷെയർ തന്നാ മതി. എന്തോന്ന് പറഞ്ഞത്? ഞങ്ങക്ക് ഷെയർ തന്നാ മതിയെന്ന്. എന്താ നീ ഷെയർ എന്നൊക്കെ എന്റെ മുഖത്തിൽ പറയാ? പിന്നെ ഷെയർ എന്നല്ല അവന് പറഞ്ഞില്ല പറഞ്ഞത്. ഇവിടെ കിടക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. ഇവിടെ മനസ്സമാനം കിടക്കാൻ നിങ്ങൾ സമ്മതിക്കൂല. നിങ്ങൾ ഇവിടെ കിടന്നോ, ഞങ്ങള് ചീരത്തോട്ടത്തോട്ട് പോക്കോളാന്നേ. അമ്മാവൻ തീരുമാനിക്കണം. അമ്മാവൻ ചീരത്തോട്ടം. ഞാൻ പറഞ്ഞത് നീ അമ്മാവനോട് ഒരു വാക്ക് പറഞ്ഞോ ഞങ്ങളെ പറ്റി? ഞാൻ എന്തിനു പറഞ്ഞ അമ്മാവൻ എന്നെ ഏൽപ്പിക്കുന്നത്? കാരണം പാടത്തിറങ്ങി പണിയെടുക്കുന്നത് ഞാനാണെന്ന് അമ്മാവൻ അറിയാം. ഇഷ്ടമുള്ളവർക്ക് അമ്മാവൻ കൊടുക്കും. അമ്മാവൻ കൊടുക്കണല്ലോ. ഇവ എന്തൊക്കെയോ കള്ളത്തിന് അമ്മാവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര മനത് മോശമാക്കിയിട്ട്